പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ജലജ നവ്യയുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. നവ്യയോട് പറയുന്നുണ്ട്, നിനക്കിപ്പം നന്ദുവിനെ ഇഷ്ടമല്ലല്ലോ, അവളിപ്പം നയനയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്, നയന പറയുന്നതനുസരിച്ചല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് നിനക്ക് അവളെ ഇഷ്ടമല്ലല്ലോ, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, മോൾക്ക് സന്തോഷിക്കാനുള്ള അവസരവും ഉണ്ടാകും, ഈശ്വരന്മാർ അനുഗ്രഹിക്കുവാണെങ്കിൽ അവരുടെ വീഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ നവ്യയോട് പറയുന്നു. അത് കഴിഞ്ഞ് പയ്യെ ദേവയാനിയുടെ റൂമിൻ്റെ അവിടെ വന്ന് ഒളിച്ചു നോക്കുന്നുണ്ട്. ദേവയാനി ആ ജ്യൂസ് കൊണ്ട് നയനയ്ക്ക് കൊടുക്കുക, വിഷം കലർത്തി വെച്ചേക്കുമായിരുന്നല്ലോ, ആ ജ്യൂസ് കൊണ്ട് നയനയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. നയന കുടിക്കുക എന്നൊന്നും അറിയത്തില്ല. ഏതായാലും അത് കൊടുക്കുന്ന കണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന ജലജയെ കാണിക്കുന്നുണ്ട്. പിന്നീട് അനിയും നന്ദുവും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അനി പറയുന്നുണ്ട്, ഒരു വിവാഹാലോചന മുടങ്ങിപ്പോയതുകൊണ്ട് സന്തോഷമായി, ഇനിയിപ്പോൾ സമാധാനമായിട്ടിരിക്കാമല്ലോ എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ സമാധാനം കിട്ടുമോ എന്നറിയില്ല, അച്ഛനും അമ്മയും വേറെ ഏതെങ്കിലും ആലോചന കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ടെൻഷനാകും എന്നൊക്കെ പറയുന്നു. പിന്നീട് ജലജയായിട്ട് സംസാരിക്കുന്ന ജയനെയാണ് കാണിക്കുന്നത്. ജയൻ ജലജയോട് പറയുന്നുണ്ട്, കള്ളനെ താക്കോൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് തകരും ജലജയെന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട്, അതെ, തളർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയെ നശിപ്പിച്ച് അവളുടെ ജീവിതം താറുമാറാക്കിയ ആളാണ് ഏട്ടൻ്റെ മകൻ, അത് മറന്നു പോകരുത് എന്നും പറയുന്നു. ഇതൊക്കെയായിരുന്നു പ്രൊമോ.